സോ ഹലോ ഗെയ്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് പരിപാടി മെയിൻ്റെ കാര്യം ഒന്നും അപ്ഡേഷൻ ചെയ്യാൻ പറ്റില്ല, എന്ന് അധികം നോക്കാൻ പറ്റില്ല. കാരണം നന്ദിനി ഇന്ന് പ്രസവിക്കും. ഇന്നും അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടത്തോടെ നാളത്തേക്ക് ഏതായാലും ബേബി വരുന്ന ഉറപ്പാണ്. പിന്നെ ഇന്നൊരു അൺബോക്സിങ് വീഡിയോയും കൂടിയാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ ആളിച്ചൊരു ദുബായിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നൊരു സാധനം എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. സ്മാർട്ട് വാച്ചിൻ്റെ ഒരു കോംബോ കിറ്റ് ആട്ടോ കൊണ്ടുവന്ന പുള്ളി. കോംബോ കിറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ഓറഞ്ച് സ്ട്രാഫ്, ഇതൊരു നമ്മുടെ മറ്റേ ബാഗിൻ്റെയൊക്കെ വള്ളിയില്ലേ ആ ടൈപ്പിൻ്റെ ഒരു ടൈപ്പ് വേണം. പിന്നെ ഉള്ളതെല്ലാം റബ്ബർ. പിന്നെ ഇത് വന്നേക്കുന്നത് നമ്മുടെ എയർപോഡിൻ്റെ ചാർജറാണ്. ട്രാൻസ്പെറൻ്റ് എയർപോഡ്, അതൊക്കെ നല്ല ട്രെൻഡിങ് ആയിരുന്നു എയർപോഡായിരുന്നു കേട്ടോ അത്. പിന്നെ ബ്ലാക്ക് സ്ട്രാഫ്, ഞാനിപ്പോൾ കിട്ടിയേക്കുന്നത് ബ്ലാക്കാണ്, പക്ഷേ എനിക്കിതാണ് ഇച്ചിരി ഇഷ്ടപ്പെട്ടത്, നല്ല ഡിസൈനൊക്കെ ഉണ്ട്. അതാണ് ഇന്നത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇന്ന് നന്ദിനെ എടുത്ത് മാറാൻ പറ്റില്ല, കാക്ക വന്നിട്ട് കുത്തുകുത്ത് എൻ്റെ പുറം നോവിക്കും ചെയ്യും. സാധാരണ പോകാൻ പറ്റില്ല, എനിക്കിവിടെ നനങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് അധികം അനങ്ങാതെയുള്ള മീനൊക്കെ നേരത്തെ കാലത്തും തീറ്റയൊക്കെ കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. പുലുവാകനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നല്ല വലിയ ആക്റ്റീവ് അല്ല. എന്താണ് കാര്യമെന്ന് എനിക്കറിയത്തില്ല. അതോ ഫ്രിഡ്ജ് ബോക്സിലായിട്ടാണോ ഒരു പിടുത്തമില്ല എനിക്ക്. അതെന്താണെന്ന് നോക്കണം. കുറേ പരിപാടിയുണ്ട്. ഇനി വീട്ടിൽ അമ്മയായാലും വന്നാലേ പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇതൊരു അൺബോക്സിങ് ആണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ടൈം പറഞ്ഞാൽ റിയലി ഫസ്റ്റ് ടൈം. അല്ല, ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു സ്മാർട്ട് വാച്ച് ആദ്യമായിട്ടാണ്. ഞാൻ കുറേ ആഗ്രഹിച്ച് നടന്നൊരു സാധനമായിരുന്നു സ്മാർട്ട് വാച്ചും. അത് നല്ലൊരു വലിയ കാര്യമായിരുന്നു. എന്തായാലും തിരികെ പിന്നെ കുറച്ച് ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നു. പിന്നെ അതൊന്ന് തീർക്കണം, കുറേ പണിയുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.